Dear students, welcome to the next video lecture on circuits and networks. I am Deepak Vidya from Vidya Academy of Science and Technology. Today I will be explaining problems related to H parameters, how to find the H parameters of different networks. I will be explaining one or two methods to find H parameter of a network. So ഇതാണൊരു പ്രോബ്ലം ഫൈൻഡ് H parameters of the network. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പം രീതിയിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ പറയാം, വീഡിയോൻ്റെ അവസാനത്തോടെ ഞാൻ പറയാം. അതിന് മുമ്പ് ജനറൽ ആയിട്ടുള്ളൊരു മെത്തേഡ് നമ്മൾ ഇക്വേഷൻസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ നമ്മളെപ്പോഴും ഏത് പാരാമീറ്റേഴ്സ് ആണെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതുക. സോ ഇവിടെ ഞാൻ എഴുതിയിട്ട് ഇതാണ് നമ്മുടെ എച്ച് പാരാമീറ്ററിൻ്റെ ഒരു സർക്യൂട്ടിൻ്റെ എച്ച് പാരാമീറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. V1 = H11 I1 + H12 V2 ആൻഡ് I2 = H21 I1 + H22 V2. ഇതേപോലെ ഓരോ പാരാമീറ്ററിനും ഓരോ റെപ്രസെൻറ്റിങ് ഇക്വേഷൻസ് ഉണ്ടാവും. ആ ഇക്വേഷൻസാണ് നമ്മൾ ആദ്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലത്തിലെ ഏത് പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് ഈ മൊഡ്യൂളിൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഓരോ 4 പാരാമീറ്റേഴ്സ് ഉണ്ട്, 4 പാരാമീറ്ററിൻ്റെ ഇങ്ങനത്തെ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നോക്കാം. ഇനി നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഇപ്പോൾ H11 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇക്വേഷനിൽ ഈ ടേമിനെ 0 ആക്കുക. അതിന് നമ്മൾ V2 0 ആക്കുകയാണ് ചെയ്യുക. സോ H11 = എന്തെന്ന് കിട്ടും, ഇത്രയും ഭാഗത്ത് നിന്ന് V1/I1 എന്ന് കിട്ടും. അതേപോലെ V2 0 ആകുമ്പോൾ ഈ ടേമും പോവും. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, H21 = I2/I1 കണ്ടുപിടിക്കാം. സോ നമ്മുടെ നെറ്റ്വർക്കിൽ V2 0 ആക്കുക. V2 0 ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് 0 ആക്കുക മീൻസ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക എന്നാണ് അർത്ഥം. കറണ്ട് ഓപ്പൺ സർക്യൂട്ടും വോൾട്ടേജ് ഷോർട്ട് സർക്യൂട്ടും ചെയ്യുക. ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അതിൻ്റെ വോൾട്ടേജാണ് എന്ത്, V1. അതാണ് കറണ്ടിനെ ഈ സർക്യൂട്ടിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ വെച്ചിട്ട് കറണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടേക്ക് ഒരു കറണ്ട് പോകും, അതിന് വേറെ പേര് എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിൽ കൂടെ ഒരു കറണ്ട് പോകും. ഈ പോകുന്ന കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നത് ഷോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ആകുമ്പോൾ ആ ഷോർട്ടിൽ കൂടി ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. അതായത് ഈ 4 ഓമിൽ കൂടെ എന്തുണ്ടാവില്ല, കറണ്ട് ഫ്ലോ ചെയ്യില്ല. സോ ഏതെങ്കിലും സർക്യൂട്ടിൽ എപ്പോഴും ഒരു സർക്യൂട്ട് പുതിയതായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെ കറണ്ട് ഇല്ലെങ്കിൽ ആ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ആ കമ്പോണൻ്റ് അവിടെ ഏത് കമ്പോണൻ്റാണ് ഉള്ളത് ആ കമ്പോണൻ്റ് വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം അവിടെ കറണ്ട് ഇല്ലെങ്കിൽ അവിടെ വോൾട്ടേജ് ഇല്ല. സോ നമുക്ക് വെൻ V2 = 0 ഉള്ള സർക്യൂട്ട് നമുക്കിങ്ങനെ റീപ്ലേസ് ചെയ്ത് വരയ്ക്കാം. ഇത് ഷോർട്ടാക്കി വരയ്ക്കാം, ദെൻ ഇത് വരയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഈ അടിയിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് കിട്ടും. സോ വെൻ V2 = 0 നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് മാറും. അപ്പോൾ ഇതൊരു പുതിയ നെറ്റ്വർക്കാണ്. ഓക്കെ, ഇനി ആ നെറ്റ്വർക്കിൽ കണ്ടോ V2 ഇവിടെ 0 ആണ്, ഇവിടെ ഷോർട്ടായിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. ദെൻ ഇതിൽ കൂടെ പോകുന്ന കറണ്ടാണ് I2. ഇനി ഈ സർക്യൂട്ടിലത്തെ എന്തൊക്കെ കണ്ടുപിടിക്കണം, നമ്മുടെ H11 എന്ന് പറയുന്നത് എന്താണ്, V1/I1 ആണ്. അതേപോലെ H21 എന്ന് പറയുന്നത് I2/I1 ആണ്. ഓക്കെ, ഇത് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, H11 ആയി, H21 ആയി. ദാറ്റ് മീൻസ് V1 I1 ഈ സർക്യൂട്ടിലത്തെ എന്ത് കണ്ടുപിടിക്കണം, V1 I1 തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ആ റിലേഷനിൽ നിന്ന് V1/I1 കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, H11 കിട്ടും. അതേപോലെ H21 എന്ന് പറഞ്ഞാൽ എന്താണ്, I2/I1 ആണ്. ദാറ്റ് മീൻസ് I1 I2 തമ്മിൽ എന്താണ് റിലേഷൻ, ആ റിലേഷൻ കണ്ടുപിടിച്ചിട്ട് I2/I1 കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തായി, H21 ആയി. ഇനി V1/I1 ഈ V1/I1 അല്ലെങ്കിൽ V2/I2 ഒക്കെ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ V1/I1 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻപുട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഈക്വലൻ്റ് ഇമ്പീഡൻസ് ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, തെവനിൻ കാണാനൊക്കെ. അതേപോലെ ഈ V1/I1 എന്ന് പറയുന്നത് ഇൻപുട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള എന്താണ്, ഈക്വലൻ്റ് ഇമ്പീഡൻസ് ആണ്. അതേപോലെ V2/I2 ആണ്. സപ്പോസ് നമുക്ക് ഏതെങ്കിലും ഒരു സർക്യൂട്ടിന് V2/I2 കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഈക്വലൻ്റ് ഇമ്പീഡൻസ് ആണ്. ഓക്കെ, സോ ഇനി എങ്ങനെ ഇത് കണ്ടുപിടിക്കാം, ഇപ്പോൾ ഈക്വലൻ്റ് ഇമ്പീഡൻസ് V1/I1 ഈക്വലൻ്റ് ഇമ്പീഡൻസ് ആയതുകൊണ്ട്, ഇൻപുട്ട് സൈഡിൽ നിന്നുള്ള ഈക്വലൻ്റ് ഇമ്പീഡൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് വരിക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഈ 2 ഓം ഉണ്ട്, ഈ 2 ഓം ഉണ്ട്. ഈ 2 ഓമും 2 ഓമും ഇപ്പോൾ സപ്പോസ് ഇതൊരു നോഡാണ്, അതിനൊരു A എന്ന് പേര് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ തന്നെ ഇത് BU ആണെന്ന് വിചാരിക്കുക. ഈ 2 ഓം Aക്കും Bക്കും ആണ്, ഈ 2 ഓമും
എക്കും ബിക്കും ഇടയിലാണ്. ഇത് ബി ആയതുകൊണ്ട്, ഇത് ഷോർട്ട് ആയതുകൊണ്ട് ഇതൊക്കെ ബി തന്നെയാണ്. സോ രണ്ട് 2 ഓമുകൾ എന്താണ്, എ എന്ന് പറയുന്ന നോഡിനും ബി എന്ന് പറയുന്ന നോഡിനും ഇടയിലാണ്. വിച്ച് മീൻസ് ദാറ്റ് 2 ohm ആൻഡ് 2 ohm ആർ പാരലൽ. ദീസ് 2 ohm ആർ പാരലൽ. ഓക്കെ, സോ 2 ohm പാരലൽ 2 ohm എന്ത് വരും, ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 × 2 / 2 + 2. രണ്ട് റെസിസ്റ്റൻസും സെയിം ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും എന്ത്, ഈക്വലൻ്റ് റെസിസ്റ്റൻസ്. സോ 2 ohm പാരലൽ 2 ohm വിൽ ബി 1 ohm. സോ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഭാഗത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ വാല്യൂ എത്രയാണ്, 1 ohm ആണ്. ആ 1 ohmഉം ഇവിടെയുള്ള 1 ohm എന്തായിരിക്കും, സീരീസ് ആയിരിക്കും. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ആ സർക്യൂട്ടിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ohmഉം 1 ohmഉം സീരീസ് ആയിരിക്കും. അപ്പോൾ ഈക്വലൻ്റ് ഇംപീഡൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും, 2 ohm ആയിട്ട് കിട്ടും. ദാറ്റ് മീൻസ് V1/I1 = 2 ohm. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, H11 കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് I2/I1 ആണ് കണ്ടുപിടിക്കേണ്ടത്. I2/I1 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് I2ഉം I1ഉം തമ്മിലുള്ള റിലേഷൻ അറിയണം. അപ്പോൾ കറൻറ്റുകൾ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് വെച്ചാൽ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുമെന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ നോക്കാം, ഇവിടെ ഈ സർക്യൂട്ടിൽ I1 ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദെൻ ഈ പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്തു, അത് ഡിവൈഡ് ചെയ്തു. ഒരു ഭാഗം ഇതേ കൂടിയും പോയി, ഒരു ഭാഗം ഇതേ കൂടിയും പോയി. ഓക്കെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ 2 ohm 2 ohm എന്താണ്, പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്തു, കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഇതേ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, കറണ്ട് ഡിവിഷൻ റൂൾ ചെയ്താൽ മതി. ഓക്കെ, സോ ഇതേ കൂടെയുള്ള കറണ്ട് ഞാൻ എന്താണെന്ന് വിചാരിച്ചു, ഇങ്ങോട്ട് പോകുന്ന കറണ്ട് ഈ ഡയറക്ഷനൊന്നും ശ്രദ്ധിക്കുക. അതിനെ ഞാനിപ്പോൾ ഒരു IX എന്ന് മനസ്സിൽ വിചാരിക്കുകയാണെന്ന് വിചാരിക്കാം. ഈ IX എങ്ങനെ കണ്ടുപിടിക്കാം, IX = കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് ഇൻകമിങ് കറണ്ട് I1 ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് അതർ ബ്രാഞ്ച്. അതർ ബ്രാഞ്ച് മീൻസ് ഈ രണ്ട് 2 ohmൽ അതർ ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണ്, 2 ohm ആണ് റെസിസ്റ്റൻസ്, ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദ പാരലൽ ബ്രാഞ്ചസ് 2 + 2. ഇതിപ്പോൾ 2 × 2 ഈക്വൽ ആയതുകൊണ്ട്, രണ്ട് റെസിസ്റ്റൻസും ഈക്വൽ ആയതുകൊണ്ട് കറണ്ട് എന്തായാലും ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് IX എന്ന് പറയുന്നത് I1ൻ്റെ പകുതി ആയിരിക്കും. അത് നമ്മൾ ഈക്വേഷൻ വെച്ചാലും കിട്ടും. സോ നമുക്ക് ഇങ്ങോട്ട് പോകുന്ന കറണ്ടിനെ നമുക്ക് എന്ത് കിട്ടും, I1ൻ്റെ പകുതി ആയിരിക്കും, I1/2 ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഈ I1/2 I2 തമ്മിലുള്ള റിലേഷൻ എന്താണ്, I1/2 = എന്താണ്, -I2. കാരണം I2ൻ്റെ ഡയറക്ഷൻ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, സോ ഇതാണ് I1ഉം I2ഉം തമ്മിലുള്ള റിലേഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, I2/I1 എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, I2/I1 വിൽ ബി ഈക്വൽ ടു, ഈ I1 ലെഫ്റ്റ് സൈഡിലത്തെ I1 റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ I2/I1 കിട്ടും. ആ മൈനസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരണം, അപ്പോൾ -1/2 എന്ന് കിട്ടും. സോ നമുക്ക് എന്തും കിട്ടി, H21 കിട്ടി, -1/2. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് കറണ്ട് ബൈ കറണ്ട് ആയതുകൊണ്ട് യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റിയാണ്. ഈ V1/I1 നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു, അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഓം ആണ്. അപ്പോൾ അതൊക്കെ H പാരാമീറ്ററിൻ്റെ കേസിൽ യൂണിറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് ആ V2 0 ആക്കുന്ന സമയത്ത് ഈ രണ്ട് ടേമുകളും പോകും. അങ്ങനെയാണ് നമ്മൾ H11ഉം H21ഉം കണ്ടുപിടിച്ചത്. ഇനി ഇതേപോലെ എന്ത് ചെയ്യുക, I1 0 ആക്കുക. I1 0 ആക്കി കഴിഞ്ഞാൽ ഈ ടേമും പോവും, ഈ ടേമും പോവും. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, V1 = H12 V2 എന്ന് വരും. അതിൽ നിന്ന് H12 കണ്ടുപിടിക്കാം, V1/V2. അതേപോലെ H22 എന്ത് വരും, I2/V2 എന്ന് വരും. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, I1 0 ആക്കണം. I1 0 ആക്കുക, നമ്മുടെ ആക്ച്വൽ സർക്യൂട്ടിൽ I1 0 ആക്കുക. ഇതാണ് ആക്ച്വൽ സർക്യൂട്ടിൽ. ഇതിൽ I1 0 ആയിക്കഴിഞ്ഞാൽ, I1 0 എന്ന് പറഞ്ഞാൽ എന്താ, ഇത് 0 എന്ന് അസ്യൂം ചെയ്യുക. അത് 0 ആയിക്കഴിഞ്ഞാൽ ആ 1 ohmൽ കൂടെ എന്തില്ല, കറണ്ട് ഇല്ല. 1 ohmൽ കൂടെ കറണ്ട് ഇല്ലെങ്കിൽ പുതിയ I1 0 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ആ 1 ohm വരയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇതുണ്ടാവില്ല, അവിടെ ജസ്റ്റ് ഒരു ലൈൻ മാത്രം വരച്ചാൽ മതി. ദെൻ V1 എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾട്ടേജ് ആയിരിക്കും, 2 ohmന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിട്ട് മാറും. ദെൻ അപ്പോൾ V2 ഉണ്ട്, I2 ഉണ്ട്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് V2 ഉണ്ടെന്ന് മനസ്സിലുണ്ടായിരിക്കണം. ഇങ്ങോട്ട് പോകുന്ന കറണ്ടാണ് എന്ത്, I2. അപ്പോൾ അതായിരിക്കും നമ്മുടെ പുതിയ സർക്യൂട്ട്. ആ സർക്യൂട്ടിൽ നിന്നാണ് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്, V1/I1 ചെയ്താൽ H11 കിട്ടും. I2/I1 ചെയ്ത് കഴിഞ്ഞാൽ, I1 അല്ല, H12 കണ്ടുപിടിക്കാൻ V1/V2, V1ഉം V2ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചിട്ട് V1/V2 ചെയ്താൽ മതി. H22 കണ്ടുപിടിക്കാൻ I2/V2 ചെയ്താലും മതി. ഓക്കെ, സോ നമ്മൾ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. കണ്ടീഷൻ when I1 = 0, I1 0 ആകുമ്പോൾ ഇതേ കൂടെയുള്ള കറണ്ട് ഇല്ല. അപ്പോൾ അവിടുത്തെ ആ റെസിസ്റ്റൻസിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ആ റെസിസ്റ്റൻസ് വരയ്ക്കേണ്ട.
ദെൻ വി വൺ അവിടെ തന്നെ ഉണ്ട്, V1 മാറ്റമൊന്നുമില്ല. V1 എന്ന് പറയുന്നത് അപ്പം എന്താവും, ഈ 2 ഓമിനെ ക്രോസുള്ള വോൾട്ടേജ് ആവും. ഓക്കെ, ദെൻ നമ്മുടെ V2 ഉണ്ട്, I2 ഉണ്ട്. അപ്പോൾ V2 ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലുണ്ടാവണം. അവിടെ ഒരു ബാറ്ററി ഉണ്ട്, ആ ബാറ്ററിയുടെ വോൾട്ടേജ് ആണ് എന്ത്, V2. അതിൽ നിന്ന് വരുന്ന കറണ്ടാണ് എന്ത്, I2. അതൊക്കെ മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ ഈ സർക്യൂട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, V1ഉം V2ഉം തമ്മിലുള്ള റിലേഷനും അതേപോലെ I2ഉം V2ഉം തമ്മിലുള്ള റിലേഷനും കണ്ടുപിടിക്കണം. ഏറ്റവും ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ I2ഉം V2ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. അതാണ് എളുപ്പം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ V1/I1 കണ്ടുപിടിക്കാൻ ഈക്വലൻ്റ് ഇമ്പിഡൻസ് ചെയ്താൽ മതി. I2/V2 എന്ന് പറയുന്നത് ഈ ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള അഡ്മിറ്റൻസാണ്. അഡ്മിറ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഇമ്പിഡൻസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നമ്മൾ നേരത്തെ V1/I1 എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കുക, V2/I2 കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് ദ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ആ ഔട്ട്പുട്ട് ഇമ്പിഡൻസിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ H22 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അനലോഗിലും ഇതേപോലെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് അവിടെയും സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ V2/I2 എന്താണെന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നോക്കുക, ഇപ്പോൾ കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്, I1 0 ആവണമെങ്കിൽ ഇവിടെ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ ഇങ്ങോട്ട് കറണ്ടൊന്നുമില്ല എന്നുള്ള മനസ്സിലുണ്ടായിരിക്കണം. സോ ഇവിടെ നിന്ന് വരുന്ന കറണ്ട് ഈ പോയിൻ്റ് എത്തിയിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത് ഇങ്ങോട്ടും പോകും. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് പോകില്ല, കാരണം അവിടെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ കറണ്ട് ഇങ്ങനെ പോകും. സോ ഈ I2 ഇങ്ങോട്ട് എത്തി, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കറണ്ടായി IX എന്ന് പേര് കൊടുത്തു, IY ഇങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ടാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് അവർ സർക്യൂട്ട്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ സർക്യൂട്ടായിട്ടുള്ളൂ. ഓക്കെ, ശരിക്കും ഈ 2 ഓമിനെ ക്രോസുള്ള വോൾട്ടേജിനെയാണ് നമ്മളെന്ത് പറയുക, V1 എന്ന് പറയുക. അപ്പോൾ നമുക്ക് നോക്കാം V2/I2 എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇതിൽ കൂടെ പോകുന്ന കറണ്ട് തന്നെയാണ്, ഈ 2 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് ഈ 2 ഓമിൽ കൂടെ പോകുന്നത്, അല്ലേ? IX തന്നെയാണ്. ഇങ്ങോട്ട് കറണ്ട് പോകാത്ത സ്ഥിതിക്ക് ഈ 2 ഓമിലും ഈ 2 ഓമിലും കറണ്ട് സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ 2 ഓം എന്താണ്, സീരീസ് ആണ്. ദെൻ ആ 2 ഓം കിട്ടുന്ന ഈക്വലൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അത് 4 ഓം ആയിരിക്കും. ആ 4 ഓമും ഈ 4 ഓം എന്താണ്, പാരലലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4 ഓം പാരലൽ 4 ഓം എത്ര കിട്ടും, 4 പാരലൽ 4 എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ പകുതി ആയിരിക്കും. ദാറ്റ് മീൻസ് 2 ഓം ആയിരിക്കും. സോ ഈക്വലൻ്റ് ഇമ്പിഡൻസ് സീൻ ഫ്രം ദ ഔട്ട്പുട്ട് സൈഡ് വിൽ ബി 2 ഓം. അത് ഇമ്പിഡൻസ് ആണ്. അപ്പോൾ അഡ്മിറ്റൻസ് എന്താണ്, 1/2 ഓം ആണ്. അങ്ങനെ I2/V2 എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും, 1/2 ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ മോ എന്ന് പറയാം. സോ I2/V2 എന്ന് പറയുന്നത് എന്താണ്, 1/2 ഓം ഇൻവേഴ്സ് ആണ്. അല്ലെങ്കിൽ H22 എന്ന് പറയുന്നത് എന്താണ്, 1/2 ഓം ഇൻവേഴ്സ് ആണ്. അങ്ങനെ നമുക്ക് H22 കണ്ടുപിടിക്കാം. ഇനി ഇതേപോലെ തന്നെ V1ഉം I1ഉം ഈ സർക്യൂട്ടിൽ നേരത്തെ പറഞ്ഞു V1ഉം V2ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം, പല രീതിയിൽ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇവിടുത്തെ വോൾട്ടേജ് ആണ് എന്ത്, V1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കൂടെയുള്ള കറണ്ട് IX ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം, IX × 2 ഓം ആണ്. ഇതിൽ കൂടെയുള്ള കറണ്ട് IX ആണെങ്കിൽ IX × 2 ആണ് എന്ത്, V1 എന്ന് പറയാം. ഇനി ഈ IX V2ൻ്റെ ടേംസിൽ പറഞ്ഞാൽ മതി. IX എന്ന് പറയുന്നത് എന്താ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ V2 എന്ന് പറയുന്നത് ഈ പോയിൻറ്റിനും ഈ പോയിൻറ്റിനും ഇടയിലുള്ള വോൾട്ടേജാണ്. അതായത് ഈ 4 ഓമിനെ ക്രോസുള്ള വോൾട്ടേജ് V2 ആണ്, ഈ 2 ഓമിനെ ക്രോസുള്ള വോൾട്ടേജ് എത്രയാണ്, V2 ആണ്. അപ്പോൾ നമുക്ക് ഇതേ കൂടെയുള്ള കറണ്ട് IX എന്ന് പറയുന്നത് V2ൻ്റെ ടേംസിൽ എന്ത് പറയാം, V2 ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ V2/4 ആണ് എന്ത്, IY. ഓക്കെ, ഇതേ കൂടെ കറണ്ട് IY = എന്താണ്, V2/4 ആണെന്ന് പറയാം. സോ നമുക്ക് എന്ത് കിട്ടി, ഇപ്പോൾ IYയും V2 തമ്മിലുള്ള എന്താണ് റിലേഷൻ എന്ന് നോക്കുക. ഓരോ സർക്യൂട്ടിലും ഓരോ രീതിയിൽ ചെയ്യേണ്ടി വരും. V2/4 ആണ് ഒരു ഇക്വേഷൻ കിട്ടി. IY = V2/4. ഇനി V1 = എന്താണ്, IY × 2 ആണ് വരിക. ഓക്കെ, ഈ കിട്ടിയ IY ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, V1 = V2/4 × 2, ദാറ്റ് ഈസ് V2/2 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, V1/V2 കണ്ടുപിടിക്കാം. ഓക്കെ, V1 = V2/2 എന്ന് കിട്ടും. സോ V1/V2 എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഓൾസോ എ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇതാണ് മെത്തേഡ് 1. ഓക്കെ, ഇതിലും കുറച്ചും കൂടി എളുപ്പമുള്ള വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ മെത്തേഡാണ് ഇതിൽ പറയുന്നത്. സോ ഇതിലും എളുപ്പം ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. സോ ദിസ് മെത്തേഡ്, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, മെത്തേഡ് 2ൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, H പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതി.
ഇനി ഇതേപോലെയുള്ള ഇക്വേഷൻസ് നമ്മുടെ സർക്യൂട്ടിൽ KVLും KCLും അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇതേപോലെയുള്ള ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? H11ഉം H12ഉം H21ഉം H22ഉം കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് കുറച്ചും കൂടി എളുപ്പമുള്ള മെത്തേഡ് എന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് പിന്നെ ഒരു കാര്യം, ഇതിലും കുറച്ചും കൂടി എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ടിന് എന്ത് ചെയ്യാം, ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു നമ്മൾ സെറ്റ് പാരാമീറ്റർ ചെയ്തപ്പോൾ നെറ്റ്വർക്ക് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ആക്കി കഴിഞ്ഞാൽ അതിൽ KVL ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക. KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. ആ 2 ഇക്വേഷന് റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്താൽ ഈ ഫോമിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? H പാരാമീറ്റർ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഇവിടെ അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നില്ല, റെഡ്യൂസ് ചെയ്യാണ്ട് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഇതേ കൂടെ നമുക്കറിയാം തന്നിരിക്കുന്നത് ഇവിടുത്തെ വോൾട്ടേജാണ് V1, ഇങ്ങോട്ട് വരുന്ന കറണ്ടാണ് I1, അതേപോലെ ഇവിടുത്തെ വോൾട്ടേജ് V2, I2. ഈ കാര്യങ്ങൾ നമുക്കറിയാം. ഇനി ഇതേ കൂടെയുള്ള കറണ്ട് IX ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഇതേ കൂടെയുള്ള കറണ്ട് എന്തായിരിക്കും? I1 മൈനസ് IX ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഇവിടെ KVL ഇക്വേഷൻ അപ്ലൈ ചെയ്തു. സോ V1 ഈസ് ഈക്വൽ ടു I1 പ്ലസ് 2IX എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ദെൻ ഇവിടെയും KVL അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? V2 ഈസ് ഈക്വൽ ടു I2 പ്ലസ് I1 മൈനസ് IX. കാരണം ഇതേ കൂടെയുള്ള കറണ്ട്, ഈ 4 ഓമിൽ കൂടെയുള്ള കറണ്ട് എന്താണ്? I2 പ്ലസ് I1 മൈനസ് IX എന്ന് പറയുന്ന കറണ്ടാണ്. സോ ഈ 2 ഇക്വേഷൻസും കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഇക്വേഷൻ, ഈ ഇക്വേഷനെ ഇതേപോലെ ആക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കുക. ഫസ്റ്റത്തെ ഇക്വേഷനിൽ V1ഉം I1ഉം IXും ആണ് നമ്മുടെ വേരിയബിൾസ്. ഇവിടെ ഫസ്റ്റത്തെ ഇക്വേഷനിൽ എന്തൊക്കെയാണ്? V1 ഉണ്ട്, I1 ഉണ്ട്, V2 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ IXനെ മാറ്റി അവിടെ V2ൻ്റെ ടേം വരുത്തണം. ഓക്കെ, ഇവിടെ IXന് പകരം V2ൻ്റെ ടേം വരുത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്തു? I2. ഓക്കെ, I2 ഈസ് ഈക്വൽ ടു KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കിവിടെ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? V2/4. V2/4 എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകുന്ന കറണ്ടാണ്. ദെൻ ഇതേ കൂടെയുള്ള കറണ്ട് എന്താണ്? I1 മൈനസ് IX ആണ്. അത് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്നതായതുകൊണ്ട് എന്തായിട്ട് കിട്ടും? മൈനസ് I1/IX എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? KCL കൂടി അപ്ലൈ ചെയ്തു. KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്ത് വേണം? അപ്പോൾ നമുക്ക് I2 കിട്ടി, ഇവിടെ KCL അപ്ലൈ ചെയ്തപ്പോൾ. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? IX കണ്ടുപിടിക്കുക. IX എന്താണ് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ആ കിട്ടുന്നത് എന്തായിരിക്കും? എന്തായാലും ഇറ്റ് വിൽ ബി എ ഫങ്ഷൻ ഓഫ് ഏതൊക്കെ വേരിയബിൾ ആയിരിക്കും? V2 ഉണ്ടാവും, I2 ഉണ്ടാവും, ആൻഡ് I1. ഈ 3 വേരിയബിൾസിൻ്റെ ഒരു ഫങ്ഷനായിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റുക? IX എഴുതാൻ പറ്റുക. റീഅറേഞ്ച് ചെയ്ത് മതി. IX ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു V2 പ്ലസ് സംതിങ് ഇൻറ്റു I2 പ്ലസ് സംതിങ് ഇൻറ്റു I1. ആ ടേംസിൽ നമുക്ക് കിട്ടും. അതെടുത്തിട്ട് എന്ത് ചെയ്യുക? ആ കിട്ടുന്ന വാല്യൂ, IXൻ്റെ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ I2 ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു I1 പ്ലസ് സംതിങ് ഇൻറ്റു V2 ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ കിട്ടുന്ന ഇക്വേഷനും ഈ ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് I1ൻ്റെ കോഎഫിഷ്യൻ്റായിട്ട്, ആ കിട്ടുന്ന ഇക്വേഷനിൽ I1ൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് വരുന്നതാണ് എന്ത്? H21. V2ൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് വരുന്നതാണ് എന്ത്? H22. അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് കുറച്ചും കൂടി എളുപ്പമുള്ള മെത്തേഡ്. ദെൻ എന്ത് ചെയ്യുക? ഇതിലും IX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. IXന് ഈ കിട്ടുന്ന ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനും ഇതേപോലെ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ IX ഇൻ ടേംസ് ഓഫ് നമ്മൾ V2, I2 ആൻഡ് I1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഒരു I2ൻ്റെ ടേം കൂടി വരും. I2ൻ്റെ ടേം പക്ഷേ ഇവിടെ ഇല്ല. അപ്പോൾ ആ കിട്ടുന്ന I2നെയും കൂടി വീണ്ടും റീപ്ലേസ് ചെയ്യണം. I2നെ റീപ്ലേസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ I2 ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ I2 കൂടിയും പോവും. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എന്ത് ചെയ്യുക? ഇതും സെയിം വരുന്ന രീതിയിൽ, സെയിം മീൻസ് സെയിം വേരിയബിൾസ് വരുന്ന രീതിയിൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനും കമ്പയർ ചെയ്യാം. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാം? H11ഉം H12ഉം കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഈ മെത്തേഡാണ് കുറച്ചും കൂടി എന്ത് ചെയ്യുക? കുറച്ചും കൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റൊരു മെത്തേഡും കൂടി ഉണ്ട്. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്ത ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ KCL അപ്ലൈ ചെയ്തു, ഇവിടെ KCL അപ്ലൈ ചെയ്തു, ഇവിടെ ഇവിടെ KVL ഇവിടെ KVL അപ്ലൈ ചെയ്തു, ഇവിടെ KCL അപ്ലൈ ചെയ്തു. അതിന് പകരം എന്താ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിനെ നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്ത്, ഇപ്പോൾ സ്റ്റാർ ഡെൽറ്റ കൺവേർഷനൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യാം, ഒരു T നെറ്റ്വർക്ക് ആക്കിയിട്ട് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് മാറ്റുക? ഇപ്പം ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്, അതിനെ വേണമെങ്കിൽ ആദ്യം ഡെൽറ്റേനെ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡെൽറ്റ ഉണ്ട്, ആ ഡെൽറ്റേനെ എന്ത് ചെയ്യാം, സ്റ്റാർ ആക്കി മാറ്റാം. സ്റ്റാർ ആക്കി കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടും, ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടും, ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടും. ആ കിട്ടുന്ന നെറ്റ്വർക്കിൽ, പുതിയ നെറ്റ്വർക്കിൽ എന്താ, അപ്പോൾ ഇത് രണ്ടും സീരീസ് ആവും, ഇതൊരു റെസിസ്റ്റൻസ്, ഇതൊരു റെസിസ്റ്റൻസ്, അതെന്തായി ഒരു T നെറ്റ്വർക്കായി മാറും. നിങ്ങൾ ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു T നെറ്റ്വർക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇവിടെ ഒരു 2 Ohm ആണെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു 4 Ohm ആണെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു 3 Ohm ആണെന്ന് വിചാരിക്കുക. ഇപ്പം ഇവിടെ ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ I1 ആണ്. ഇവിടെ എന്താണ്, V1 ഉണ്ട്, ഇവിടെ V2 ഉണ്ട്, ഇവിടെ I2 ഉണ്ട്. സോ ഇവിടെ I1 ഇങ്ങോട്ട് വരുന്നു, I2 ഇങ്ങോട്ട് വരുന്നു അല്ലേ. ഇപ്പം ഇവിടെ വരുന്ന ഈ 3 Ohmത്തെ കറണ്ട് എന്തായിരിക്കും, I1 + I2 ആയിരിക്കും. ഓക്കെ, സോ നമുക്കൊരു പുതിയൊരു T നെറ്റ്വർക്ക് കിട്ടും. അങ്ങനെ T നെറ്റ്വർക്ക് കിട്ടി. ഞാൻ വെറുതെ പറയുന്നതാണ്. 2 Ohm 3 Ohm ആൻഡ് ഇത് 4 Ohm ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടുത്തെ കറണ്ട് I1, ഇവിടുത്തെ എന്തായി, I1 + I2 ആവും, ഇത് I2. ദെൻ ഇവിടുത്തെ വോൾട്ടേജ് V1, ഇവിടുത്തെ വോൾട്ടേജ് എന്ന് വെച്ചാൽ V2. ഇപ്പം ഇവിടെ നമുക്ക് KVL അപ്ലൈ ചെയ്യാം. KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ V1 = സം ക്വാണ്ടിറ്റി ഇൻറ്റു I1 പ്ലസ് സം ക്വാണ്ടിറ്റി ഇൻറ്റു I2. ഈ ഫോമിൽ ഒരു ഇക്വേഷൻ കിട്ടും. അതേപോലെ ഔട്ട്പുട്ട് ലൂപ്പിലും അപ്ലൈ ചെയ്യുക. അപ്പോൾ V2 = സം ക്വാണ്ടിറ്റി ഇൻറ്റു I1 പ്ലസ് സം ക്വാണ്ടിറ്റി ഇൻറ്റു I2 ഫോമിൽ 2 ഇക്വേഷൻസ് കിട്ടും. ഈ കിട്ടുന്ന ഇക്വേഷൻസിന് എന്ത് ചെയ്യണം, ഇതേപോലെ ഈ H പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ പോലെ റീഅറേഞ്ച് ചെയ്യണം. അതായത് ഫസ്റ്റത്തെ ഈ ഇക്വേഷനിൽ ഫസ്റ്റ് എന്താണ്, V1 ഉണ്ട്, I1 ഉണ്ട്, I2 ഉണ്ട്. ആ I2നെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. I2നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. രണ്ടാമത്തെ ഇക്വേഷനിൽ റൈറ്റ് സൈഡിൽ I2 ഉണ്ട്. അപ്പോൾ I2 = എന്താണെന്ന് അതിൽ കണ്ടുപിടിക്കുക. അതെടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷനിൽ V1ഉം I1ഉം അതേപോലെ V2ൻ്റെ ടേമുകളെ ഉണ്ടാവുള്ളൂ. ആ ഇക്വേഷനും നമ്മുടെ ഈ ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് പാരാമീറ്റർ കിട്ടും. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ നോക്കുക, അതിനെ റീഅറേഞ്ച് ചെയ്താൽ ഇപ്പോൾ V2ൻ്റെ ടേം ഉണ്ട്, I1ൻ്റെ ടേം ഉണ്ട്, I2ൻ്റെ ടേം ഉണ്ട്. നമ്മുടെ H പാരാമീറ്ററിൻ്റെ രണ്ടാമത്തെ ഇക്വേഷനിൽ എന്തൊക്കെയാണ്, I2 ഉണ്ട്, I1 ഉണ്ട്, V2 ഉണ്ട്. സിമിലർ ടേമുകൾ തന്നെയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഈ H പാരാമീറ്ററിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ പോലെ കിട്ടും. ആ 2 ഇക്വേഷൻസും നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, H പാരാമീറ്റേഴ്സ് കിട്ടും. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ദ ബെറ്റർ ആൻഡ് ദ ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ആയിട്ട് ചെയ്ത അതേ ഇക്വേഷൻസ് തന്നെ അല്ലെങ്കിൽ അതേ വാല്യൂസ് തന്നെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിന് കിട്ടും. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്, ഈ സർക്യൂട്ട് ഉണ്ട്, ആ സർക്യൂട്ടിൽ എന്ത് ചെയ്യുക, ഒരു T നെറ്റ്വർക്ക് ആക്കിയിട്ട് മാറ്റുക. ഓക്കെ, T നെറ്റ്വർക്ക് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ആ ഡെൽറ്റേനെ സ്റ്റാർ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. സോ ഇവിടെ I1, ഇവിടെ I2 ആൻഡ് ഇവിടുത്തെ V1 ആൻഡ് V2. ഇവിടെ KVL അപ്ലൈ ചെയ്യുക. അപ്പോൾ V1 = സം ക്വാണ്ടിറ്റി ഇൻറ്റു I1 പ്ലസ് സം ക്വാണ്ടിറ്റി ഇൻറ്റു I2 ഫോമിൽ കിട്ടും. അതേപോലെ ഇവിടെയും KVL അപ്ലൈ ചെയ്യുക. അപ്പോൾ V2 = സം ക്വാണ്ടിറ്റി ഇൻറ്റു I1 പ്ലസ് സം ക്വാണ്ടിറ്റി ഇൻറ്റു I2 എന്ന് പറയുന്ന ഫോമിൽ കിട്ടും. അതിനെ H പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ കമ്പയർ ചെയ്യുക. H പാരാമീറ്ററിൻ്റെ ഈ ഇക്വേഷനുമായിട്ട് നമുക്ക് കിട്ടിയ 2 ഇക്വേഷൻസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഐ തിങ്ക്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഇല്ലാത്ത കേസുകളിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, റെഡ്യൂസ് ചെയ്ത് T നെറ്റ്വർക്ക് ആക്കാൻ പറ്റുള്ളൂ. സോ ആ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ സർക്യൂട്ട് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ മെത്തേഡുകളെല്ലാം പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ശരിക്കും എക്സാമിന് ഏത് മെത്തേഡ് ഫോളോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് മെത്തേഡായിരിക്കും ഏറ്റവും എളുപ്പം വരുന്നത്. ഓക്കെ, I hope that all of you understood these problems. Okay, thank you.